ഹായ് ഓൾ. ഇന്ന് രാവിലെ ഞാനൊരു കമ്മലിൻ്റെ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണേ ഇത്. നമ്മൾ ഈ കരിമണി മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന റിങ്സ് ആണേ ഇത്. ഇതാണ് ഞാൻ OHP ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു ഹോളാണേ. അവിടെ ഞാൻ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് കരിമണി ബീഡാണേ ഒട്ടിച്ചു കൊടുക്കുന്നത്. ആ കുഞ്ഞ് ബ്ലാക്ക് ബീഡ് അങ്ങനെ ഒട്ടിച്ചെടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഗോൾഡൻ ബോൾ ചെയിന് പകരം നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് കുന്തൻ സ്റ്റോൺസ് പിക്ക് ചെയ്യുന്ന പെന്ന്. ഈ പെന്നിൻ്റെ കൂടെ ഇതുപോലത്തെ വാക്സ് കിട്ടും കേട്ടോ. ഈ വാക്സ് ഇതുപോലെ ഈ പെന്നിൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ എടുക്കണം. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോൺസ് ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കുക. ഈ പെൻ യൂസ് ചെയ്ത് ഓരോ കുന്തൻ സ്റ്റോൺസും ഇങ്ങനെ നമുക്ക് പിക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് OHP ഷീറ്റിൽ ഇങ്ങനെ കൊണ്ട് വെച്ച് കൊടുക്കാം. ഈ ഗോബി ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് ഞാനിങ്ങനെ എടുത്തിട്ട് ഓരോന്നായി നമ്മൾ ആദ്യം വെച്ച ബ്ലാക്ക് ബീഡിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഒരു ഫ്ലവർ ഷേപ്പിലാക്കി എടുക്കുകയാണ്. ഇതേ ഇങ്ങനെ. ഇപ്പോൾ തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇനി ഞാൻ ഇതിന് ചുറ്റും സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് വെച്ച് കൊടുക്കാൻ പോവുകയാണേ. കുറച്ച് ഹെവി ആയിക്കോട്ടെ. ഇതേ ഇങ്ങനെ ഫുള്ളായിട്ട് സ്ക്വയർ ഷേപ്പിലുള്ള ചെറിയ സൈസിലെ കുന്തൻ സ്റ്റോൺസാണ് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഇയറിങ്ങിൻ്റെ മുകളിലത്തെ സ്റ്റഡ് പോർഷനാണേ. ഞാനെടുത്ത വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് OHP ഷീറ്റ് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യണേ നോക്കാം. ആദ്യം നമ്മൾ ജസ്റ്റ് വെറുതെ ആ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. ഇനി അത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തേക്കണ്ടോ ഒരു സൈഡിൽ മാത്രം ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് പോവുക. ഒരു സൈഡിലോട്ട് മാത്രം ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് പോവുകയാണേ. ഒരു സൈഡിലായി കഴിഞ്ഞിട്ട് അത് ഫുള്ളായിട്ട് തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കി ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റായി അത് കട്ടായങ്ങ് പോകും. നമ്മൾ ഒട്ടിച്ച് വെച്ച സ്റ്റോൺസിൻ്റെ അളവിൽ അങ്ങനെ അത് കട്ടായങ്ങ് പോകും. കണ്ടോ, ഈസിയാണ്. ഇങ്ങനെ നമുക്ക് പെർഫെക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ ആ സൈഡിൽ എല്ലാം പോയി കഴിഞ്ഞു. ഇതേ കറക്റ്റ് ഷേപ്പായിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇയറിങ് ആ ഹെഡ് വെച്ച് കൊടുക്കാം. പിന്നെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഇങ്ങനെ ഐപ്പിന് ഞാനിങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണേ. ഇയറിങ്ങിൻ്റെ ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് വൈറ്റ് കളർ വാക്സ് ഷീറ്റ് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ദേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് നല്ലതും പ്രസ് ചെയ്ത് വയ്ക്കാം. ഈ ഗ്ലൂ ഡ്രൈ ആവാൻ നല്ല പാടാണ് കേട്ടോ. പക്ഷേ ഡ്രൈ ആയി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് കമ്മലിൻ്റെ ഹാങ്ങിങ് പോർഷൻ നോക്കാമേ. ഞാനൊരു വൈറ്റ് ഷീറ്റിൽ ഒരു റൗണ്ട് ഡിസൈൻ വരച്ചിട്ട് അതിന് ചുറ്റും മുമ്പേ വെച്ച ആ ഗോബി ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസാണ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നത്. മനസ്സിൽ തോന്നുന്ന ഒരു ഡിസൈൻ ഇങ്ങനെ വെച്ച് പോവുകയാണ് കേട്ടോ. ഡിസൈൻ ഇഷ്ടമാവുകയാണെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യണേ. വീണ്ടും ഞാൻ ആ സ്ക്വയർ ഷേപ്പിലുള്ള ചെറിയ ടൈപ്പ് കുന്തൻ ബീഡ്സാണ് അതിൻ്റെ 2 ബീഡിൻ്റെ ഇടയിലോട്ട് വെച്ച് കൊടുക്കുന്നത്. 2 സ്റ്റോൺസിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലുള്ളത് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണേ. ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ചെറിയ സൈസിലുള്ള റൗണ്ട് കുന്തൻ സ്റ്റോൺസാണ് ഇനി ഞാൻ വെച്ച് കൊടുക്കുന്നത്. മനസ്സിൽ തോന്നുന്ന ഒരു ഡിസൈൻ ഇങ്ങനെ ഞാൻ ചെയ്ത് പോവുകയാണ് കേട്ടോ. ലാസ്റ്റ് എന്താവുമെന്ന് എനിക്കറിയില്ല. ദേ ചെറിയ ടൈപ്പിലുള്ളത് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണേ. ഈ ഡിസൈൻ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും പറയണം കേട്ടോ. നിങ്ങളുടെ സജഷൻസ് എല്ലാം ഞാൻ നോക്കുവേ. ഇനി ഇതിന് ചുറ്റും ഞാൻ ഗോൾഡൻ കളറിലെ ബോൾ ചെയിനാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്.
ബോൾ ചെയിൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കറക്കി കൊണ്ടുവന്നിട്ട് ആ മെഷർ എടുത്ത് എത്ര അളവ് വേണം നോക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇതേ ഒരു സിക്സ് ആക്ക് ഷേപ്പിൽ, ഒരു വേവി ഷേപ്പിലാക്കി എടുക്കുവാണേ. ഇതേ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് നമുക്കിതിനി കട്ട് ചെയ്യാം. ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി അതിൻ്റെ ബാക്കിൽ നമുക്ക് ഹാങ്ങിങ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഐ പിൻ യൂസ് ചെയ്ത് ബീഡ്സ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഐ പിൻ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണേ. ഇതെനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയ കമ്മലാണേ. എങ്ങനെ ആയി വരുമോ എന്തോ അറിയില്ല. ടോട്ടൽ ഒരു 7 ഐ പിൻസ് ഞാൻ വെച്ചിട്ടുണ്ടേ. ഫുള്ളിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് വൈറ്റ് കളർ വാക്സ് ഷീറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഡ്രൈ ആയിക്കഴിഞ്ഞ് ഞാൻ അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ചും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വൈറ്റ് കളർ വാക്സ് ഷീറ്റ് അതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഹാങ്ങിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളർ തന്നെ പേൾ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഓരോ ഗുങ്കുരൂസ് ഉണ്ടാക്കി വെക്കണം. വൈറ്റ് കളർ പേൾ ബീഡ്സ് യൂസ് ചെയ്ത് ഗുങ്കുരു ഉണ്ടാക്കിയിട്ട് ഞാൻ അത്യാവശ്യം കുറേ ഗുങ്കുരൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, വൈറ്റ് കളറും. പിന്നെ ബ്ലാക്ക് കളർ വൈറ്റ് വെച്ചിട്ട്, പിന്നെ ഈ സീഡ് ബീഡ്സ് വെച്ചിട്ട് ബ്ലാക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടേ. ഇനി ഒരു വലിയ ടൈപ്പ് ബ്ലാക്ക് ബീഡ് എടുത്തിട്ട് അതിൽ ഞാൻ മുമ്പേ ഉണ്ടാക്കി വെച്ച വൈറ്റ് 2 ഇട്ടിട്ട് ബ്ലാക്ക് ചെയ്ത ആ ഒരെണ്ണം ഇട്ട് വീണ്ടും വൈറ്റ് 2 ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, ക്ലിയർ അല്ലേ? ആദ്യം 2 വൈറ്റ് ഇട്ടു, പിന്നെ ചെറിയ ടൈപ്പിലുള്ള ബ്ലാക്ക് ബീഡ്സ് വെച്ച് ചെയ്തായിരുന്നല്ലോ, അത് ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുത്തു. പിന്നെ വീണ്ടും 2 വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഗുങ്കുരുകളായിട്ട് വീണ്ടും ലാസ്റ്റ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെ ആക്കിയെടുക്കണം. കുറച്ചധികം ടൈം എടുക്കുന്ന പണിയാണ് കേട്ടോ ഇത്. നമുക്ക് ഓരോന്നായിട്ട് ഹാങ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഫുള്ളായിട്ട് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഇപ്പം ഇങ്ങനെയുണ്ട്. ബ്ലാക്കും വൈറ്റും കൂടെ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ആ നടുവിലും കൂടെ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. കമ്മലിഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ, അത്ര വെയിറ്റ് ഇല്ല. കണ്ടാൽ നല്ല ഹെവി ആയിട്ട് തോന്നും, പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. താങ്ക് യു.